നാളെ കമ്മീഷൻ ചെയ്യപ്പെടുന്ന വിഴിഞ്ഞം ഒരുപക്ഷെ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. മാത്രമല്ല ഇത്രയും ഒരു നാച്ചുറലായിട്ടുള്ളൊരു പോർട്ട്, ഏറ്റവും കൂടുതൽ മദർഷിപ്പുകളെ വഹിക്കാൻ കഴിയുന്നൊരു പോർട്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ അഭിമാനമാകുമ്പോൾ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറും. നാളത്തെ വിഴിഞ്ഞത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഉമേഷ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. പറയൂ ഉമേഷ്. വിഴിഞ്ഞത്തിൻ്റെ കമ്മീഷനേക്ക് വേണ്ടി നാട് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ 6 മാസത്തെ ഒരു ട്രയൽ റണ്ണിൽ തന്നെ വലിയ രീതിയിലുള്ള മദർഷിപ്പുകളും വലിയ രീതിയിലുള്ള ചരക്ക് നീക്കങ്ങളും എല്ലാം കണ്ട ഒരു തുറമുഖം. ഒരുപക്ഷെ ഔദ്യോഗികമായ കമ്മീഷൻ, അതായത് ആദ്യഘട്ട കമ്മീഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ പല ചരിത്രങ്ങളും പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് വിഴിഞ്ഞം അങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നാളെ ഔദ്യോഗിക ചടങ്ങുകൾ, നാളെ പ്രധാനമന്ത്രി ആദ്യം വിഴിഞ്ഞത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം വിഴിഞ്ഞത്തിൻ്റെ സംവിധാനങ്ങൾ ഒന്ന് ഏകദേശം 20 മിനിറ്റോളം അദ്ദേഹം നോക്കിക്കാണും. പ്രധാനമായി മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനില്ലാത്ത പ്രത്യേകതകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം. ഫുള്ളി ഓട്ടോമാറ്റിക്കായ ക്രെയിൻ സംവിധാനങ്ങൾ, 18 മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള ബെർത്തുകൾ, ഒപ്പം ഏകദേശം 900ഓളം മീറ്റർ ദൈർഘ്യമുള്ള ബെർത്ത്. ഈ രീതിയിൽ മറ്റൊരു അന്താരാഷ്ട്ര തുറമുഖങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകത വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. എന്തായാലും അത് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറും. എന്തായാലും അതിൻ്റെ ഈ ട്രയൽ റണ്ണിൽ തന്നെ അതിൻ്റെ എല്ലാ സൂചനകളും നൽകി കഴിഞ്ഞു. ആദ്യ ട്രയൽ റണ്ണിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ GST വരുമാനമായി തന്നെ 42 കോടിയിലധികം രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നാളത്തെ ചടങ്ങിനെ ഓരോരുത്തരും നോക്കിക്കാണുന്നത്. നാളെ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി, ഒപ്പം തുറമുഖ മന്ത്രി VN വാസവൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, ഒപ്പം കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഒപ്പം സ്ഥലം MP ശശി തരൂർ, ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് ചടങ്ങിൽ ക്ഷണമുണ്ട്, പക്ഷേ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. അതേസമയം സ്ഥലം MLA M വിൻസെൻ്റ്, അദ്ദേഹം ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിൽ നിന്ന് താൻ യാത്ര തിരിക്കുന്നു എന്ന് അല്പം മുൻപൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. ആ രീതിയിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സൂചക കൂടി ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ചടങ്ങുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. സ്ഥലം MPയും M വിൻസെൻ്റ് MLAയും പങ്കെടുക്കും. പക്ഷേ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ ക്ഷണിച്ചത് വൈകി എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നില്ല. എന്തായാലും ഏകദേശം 400 മീറ്റർ നീളമുള്ള മദർഷിപ്പിനെ സ്വീകരിച്ചുകൊണ്ട് നാളെ ഔദ്യോഗികമായി വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യും. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് വിഴിഞ്ഞം. നേരത്തെ തന്നെ കഴിഞ്ഞ 2-3 ദിവസത്തിലധികമായി ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രദേശത്തും എല്ലാം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞവും പരിസര പ്രദേശങ്ങളും. പ്രധാനമന്ത്രി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് എങ്കിൽ പോലും റോഡ് പൂർണ്ണമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ റൂട്ടുകൾ മാറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബദൽ റൂട്ടുകളുമെല്ലാം പൂർണ്ണമായി SPGയുടെ നിയന്ത്രണത്തിൽ നാളെ രാവിലെ 6:30 മുതൽ ഉണ്ടാകും. നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെ തലസ്ഥാന നഗരത്തിൽ പൂർണ്ണമായി ഗതാഗത നിയന്ത്രണങ്ങളും പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങളും അതിനോടൊപ്പം സഹകരിക്കും. കാരണം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി, ഇന്ത്യ മുന്നിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്ന്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ആ ഉദ്ഘാടന ചടങ്ങിലേക്ക്, കമ്മീഷനിങ് ചടങ്ങിലേക്ക് ഇനി ബാക്കിയുള്ളത്. SKN.